ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ടൊന്നുമില്ല, അതിൻ്റെ മുന്നേ മുറിച്ച് കൂടും ഉറങ്ങൂല്ലെങ്കിൽ. ഞാൻ ഇതിൽ കാണുന്നുണ്ടോ നോക്കിയതല്ല. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പ്രത്യേകത? ഇന്ന് ഈ വർഷം തീരും. അപ്പോൾ ഇന്നലെ വൈകിട്ട് എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടേക്കായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു അവർക്ക് എന്തെങ്കിലും ഒന്ന് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങാം, ഒരു കേക്കൊക്കെ മുറിക്കാം, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞങ്ങൾ 1 കിലോൻ്റെ കേക്ക് വാങ്ങി, ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങി, പിന്നെ നമ്മൾ മസാല ദോശ വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയിട്ടോ. അങ്ങനെ മസാല ദോശ 2 മസാല ദോശയും ബാക്കി സാധാ ദോശയും വാങ്ങിയിട്ടോ. സാമ്പാർ ഇതാകുമ്പോൾ തരിക, സാമ്പാർ തരികയാണ്. മീനിയോ? എന്നാ അങ്ങോട്ട് നടക്ക്, തിന്നലേക്ക് നടക്ക്. മീമിയാ? ആദ്യ കൂടുതൽ എടുത്തോ? എടുത്തോ? ഇല്ല, എല്ലാവരും കുളി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വിശപ്പ് സഹിച്ചില്ല. കുടുവിനൊന്നും വിശപ്പ് സഹിക്കാനുള്ള ക്ഷമയില്ല ഇനി, പാവം. അപ്പോൾ അതുകൊണ്ട് എടുത്തു. ആദ്യം കൊണ്ട് തിന്നു. ഒരാൾ വിളിച്ചു വന്നു. തോക്കട്ടെ, തോക്ക്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ന്യൂ ഇയറിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ, ന്യൂ ഇയറിൻ്റെ തലേന്ന് ഇങ്ങനെ കേക്ക് മുറിച്ചതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഓർമ്മയിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ മസാല ദോശ 2 വാങ്ങിയുള്ളൂ. കാരണം എനിക്ക് മസാല ദോശ ഇഷ്ടമല്ല കേട്ടോ, ദോശ ഇഷ്ടമാണ്. മസാല അതിൻ്റെ ഒന്നാമത് കിഴങ്ങ് വയറ് അസ്വസ്ഥത ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ കുഞ്ഞേട്ടയ്ക്കും മോനുച്ചിനും മസാല ദോശ ഇഷ്ടമായതുകൊണ്ട് അവർക്ക് വാങ്ങി. ഞങ്ങളെല്ലാവരും സാദാ ദോശയും വാങ്ങിയിട്ടോ. അപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും നടക്കില്ല. കാരണം പിന്നെ പണി കഴിഞ്ഞ് വരുന്ന സമയം എല്ലാവരും ഒരുമിച്ച് എന്തായാലും എത്തൂല. അപ്പോൾ വീട്ടിലോട്ട് വാങ്ങി വരികയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല, നമ്മളെ സമയത്തിന് നമുക്ക് കഴിക്കാം. ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ പോയി മാറ്റി അങ്ങനെയൊന്നും വരെ നടക്കുമല്ലോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മൾ ന്യൂ ഇയറൊക്കെ അല്ലേ, എന്താണേലും ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വാങ്ങി പോകുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാനും കൂടെ കുളി കഴിഞ്ഞിട്ട് എല്ലാവരും കുളി കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും അച്ഛൻ്റെയും മക്കളെയൊക്കെ കുളി കഴിഞ്ഞു. അപ്പോഴത്തേക്കും കുടുവിന് വിശന്നു കിട്ടും. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇവർക്ക് കൊടുത്തിട്ട് എനിക്ക് കുളിക്കാൻ പോകാം. പക്ഷേ അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടേ, അതെന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. അല്ല പിന്നെ അത്രയും എന്താ പറയുക, പിണങ്ങിയൊക്കെ ഇരിക്കും. പക്ഷേ പണ്ടൊക്കെ ആ പിണങ്ങിയാലും തിന്നാണ്ട്, ഇപ്പം പിണങ്ങിയാലും തിന്നുന്നുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്കിരുന്ന് തിന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല കേട്ടോ. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹോട്ടലിൽ മസാല ദോശ വാങ്ങാൻ കയറിയപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായ 2 ചേച്ചിമാരെ കണ്ടിട്ടോ. അവർ നമ്മളെ നാട്ടിൽ തന്നെ, നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം പോയാൽ മതി കേട്ടോ. ഇന്നത്തെ പെരുന്നാളിന്, കൊല്ലാമുട്ടി പെരുന്നാളിന് ഇത്തിരി ദൂരേ പോകാനുള്ളൂ. അപ്പോൾ ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡും അവരൊക്കെ പെരുന്നാളിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു മക്കളെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒക്കെ ആൺപിള്ളേരാണ്, അവർ വലുതായില്ലേ, അവരിനി നമ്മളെ കൂടെയൊക്കെ വരുമോ, അവർ പോകുമ്പോൾ പോവും, ഇപ്പം ഞങ്ങൾ തന്നെ പോവുക വരിക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഓർത്തേ, ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഈ 3 പേരും ഞാനും എന്താ പറയുക, അങ്ങനെയാണ് പോകാറ്. കുറച്ച് കഴിയുമ്പം ശരിയാണല്ലോ അല്ലേ, ഇവരൊക്കെ വളർന്ന് കുറച്ച് കഴിയുമ്പം ഇവരിപ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ വരുമോ, ആർക്കറിയാലോ. എന്തിനാപ്പം അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ വരുന്ന കാലമല്ലേ. അല്ല, ഞാനതൊക്കെ ഇങ്ങനെ ഓർത്തു കേട്ടോ. ഹോട്ടലിൽ നിന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് പോയേ, ശരിയാണല്ലോ ഈശ്വരാന്നൊക്കെ. അപ്പം അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് ശരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിട്ട് അവിടെ തന്നെ വീണു കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അവിടെ തന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ.
അങ്ങനെ ഇവരെല്ലാവരും കഴിക്കൽ കഴിഞ്ഞു, കുളി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ കഴിച്ചത്. ഇനി എനിക്ക് ഒന്ന് പിന്നെ മേലൊക്കെ കഴുകണം. അപ്പം ഞങ്ങളും വിചാരിച്ചു ഒന്ന് പെരുന്നാളിന് പോവാമെന്ന് കേട്ടോ. പെരുന്നാളിന് പോകുമ്പം നേരത്തെ എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്, യാതൊരുവിധ ചിലവും ഉണ്ടാവില്ല, പോവുക, പരിപാടിയൊക്കെ വെടിക്കെട്ടൊക്കെ കണ്ട് എല്ലാവരും കണ്ട് കേട്ടിങ്ങ് പോരുള്ളൂ എന്നൊക്കെ എഗ്രിമെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് വീടിൻ്റെ തൊട്ടടുത്താണ്, ഒരു 10 മിനിറ്റ് പോകാനേ ഉള്ളൂ, ഞങ്ങൾക്ക് 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ റെഡി ആവാണേ. അങ്ങനെ മാറ്റാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞേട്ടൻ പറഞ്ഞു, കുഞ്ഞേട്ടന് ജീൻസും ടീഷർട്ടും തന്നിട്ട് അത് ഇട്ടോളാൻ പറഞ്ഞേ. ഞാനൊന്ന് ഇട്ടൊക്കെ നോക്കി, വേഗം അത് ഊരിയിട്ടു കേട്ടോ. ഇഷ്ടമൊക്കെയാണ് കേട്ടോ ഇടാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ കുളിരാമുട്ടി പള്ളിപ്പെരുന്നാളിന് പോവുകയാണ്. അപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ, കഴിഞ്ഞ വർഷത്തെ കുളിരാമുട്ടി പെരുന്നാളിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പള്ളിയെക്കുറിച്ചും പള്ളിയിലെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യത്തേൽ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നോളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചെന്നിറങ്ങിയ പാടെ ഷൂവിൻ്റെ ചെരുപ്പ് വെക്കുന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവർ നേരെ മുന്നിലേക്കാണ് ചെന്നിറങ്ങിയത്. അപ്പോൾ തന്നെ മോനിച്ച് വീട്ടിൽ നിന്ന് എടുത്ത എഗ്രിമെൻ്റ് എല്ലാം മറന്നുപോയി. അവൻ പറഞ്ഞു, അമ്മ ഒരു ഷൂ വാങ്ങിത്തരുമെന്ന്. അവൻ പിന്നെ അങ്ങനെ ഒരു ആവശ്യവും പറയാറില്ല കേട്ടോ, ഒരു ആവശ്യം അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല. അവനൊന്നുമില്ല, ആദ്യക്കുട്ടനും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, മോനിച്ചിനൊരു ഷൂ വാങ്ങിക്കൊടുത്തു. ആദ്യക്കുട്ടൻ പാവം, അവനൊന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം അവന് പറ്റിയ ചെരുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2 പേർക്കും ഓരോ ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു. ആകെയുള്ളൊരു ചിലവാണ് കേട്ടോ അത്. അപ്പം മോനുസിന് ചെരുപ്പ് വാങ്ങിയപ്പോൾ അവിടെ ഒരു 50 രൂപേൻ്റെ കുഞ്ഞ് ചെരുപ്പുണ്ടായിരുന്നു. കുടുവിനും അത് ഒരെണ്ണം വാങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓനറിയാലോ നിങ്ങളെ ഏത് ഓൺലൈനിൽ വരുത്തിയാലും ഈ അഡിഡാസിനോ മറ്റൊന്നും ഒറിജിനലല്ലേ. ഞാൻ പറഞ്ഞേ, ഞാനല്ല, ചൈനയുടെ സാധനമല്ല. വെള്ളമൊക്കെ എടുത്താൽ തേച്ച് കേൾക്കൂലോ. ഏത് വേണേ എടുത്തോ, എനിക്ക് വേണേ തരാം. അങ്ങനെ അവന് 300 രൂപയായുള്ളൂ കേട്ടോ ഒരു ഷൂ വാങ്ങിയിട്ടോ. അപ്പോൾ മോനിച്ചിന് സന്തോഷമായി. കുടുവിനൊരു കുഞ്ഞ് ചെരുപ്പ് വാങ്ങി. ആദ്യക്കുട്ടൻ പറഞ്ഞു പിണങ്ങിയൊക്കെ കേട്ടോ. പിന്നെ ആദ്യക്കുട്ടനോട് പറഞ്ഞു, നോക്കൂ കുഞ്ഞെ, കുട്ടിക്ക് പാകളില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി കേട്ടോ. പിന്നെ നമ്മുടെ ഒത്തിരി കൂട്ടുകാരെ കണ്ടു കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടതെന്ന് പറയുന്ന നമ്മളെ ബൗജി ചേച്ചി, അതുപോലെ തന്നെ ജോയിന ചേച്ചി, നമ്മുടെ അനു ചേച്ചി, അങ്ങനെ ഒരുപാട് പേരെ കണ്ടു കേട്ടോ. ഒത്തിരി കൂട്ടുകാരെ, നമ്മളറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും ഈ ജോലിക്ക് വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ സ്കൂളിലേക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നും അധികം പോകാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണാൻ പറ്റിയിട്ടോ. ഇനി എല്ലാവരും പെരുന്നാൾ വിശേഷം കണ്ടിട്ട് വന്നോളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ, കല്യാണം, പെരുന്നാൾ, ഉത്സവം, ജനനം, മരണം, ഇതൊക്കെയാണ് എല്ലാവരെയും കാണാനുള്ളൊരവസരം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും ഇപ്രാവശ്യം എല്ലാവരെയും ഒന്ന് കണ്ടു. എല്ലാവരും എടുത്തതൊന്നും വീഡിയോ ഇല്ല കേട്ടോ. ഒരുവിധമൊക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ കുറച്ച് പിടിച്ച് വെച്ച വീഡിയോസൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ പെരുന്നാൾ ഇവിടെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ ഞങ്ങൾക്കൊരു വളരെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കേക്കൊക്കെ മുറിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് താഴത്തെ വീട്ടിലൊക്കെ പോയിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബാക്കി വിശേഷങ്ങൾ നേരിൽ കണ്ടോളൂ കേട്ടോ.
അങ്ങനെ ആദ്യം മോനൂസിന് 2 ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ടൊന്നുമില്ല, അതിൻ്റെ മുന്നേ മുറിച്ച് കൂടും ഉറങ്ങൂല്ലെങ്കിൽ. ഞാൻ ഇതിൽ കാണുമ്പോ നോക്കിയത് എല്ലാരും കാണുമ്പോ ഹാപ്പി ന്യൂ ഇയർ പറയും, എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ പറയും. എല്ലാവർക്കും അതൊന്നും വേണ്ട, എല്ലാവർക്കും ഒരു കഷ്ണം കേക്ക് വാങ്ങിച്ചു കൊടുക്ക്, ഒരു കഷ്ണം കേക്ക് എല്ലാവർക്കും കൊടുക്ക്. ന്യൂ ഇയറിന്റെ വക, കൊടുവിന്റെ വക എല്ലാവർക്കും ഒരു കഷ്ണം കേക്ക് കൊടുക്ക്. അച്ഛക്ക് ഒരു കഷ്ണം കൊടുക്ക്. അതൊക്കെ ന്യൂ ഇയർ ആയ കൊടു ഉറങ്ങിപ്പോവും, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കേക്ക് മുറിച്ചതാട്ടോ. ഇനി അമ്മ ചേട്ടായിക്ക് മുറിക്കട്ടെ. നിൽക്കായില്ലേ, അവനെടുത്തോട്ടെ. ക്രീം ഇല്ലാതെയാ? തണുപ്പ് കൂടുതലുണ്ടോ? ഇത് തണുപ്പായിരിക്കും പൊന്നെ, കുഞ്ഞിന് ചുമ കൂടും. തണുപ്പാണ് കൂടൂ. ഇത് വേണമെങ്കിൽ എടുത്തോ. ഇത് വേണ്ടല്ലോ. അതെ, ആദ്യം തിന്നുന്നതാ. അങ്ങനെ എന്താ പറയുക, വളരെ ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് ഇങ്ങനെ ഒരു കേക്ക് മുറിച്ച ഓർമ്മയിലില്ല കേട്ടോ. ഇനി മുറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്താണെങ്കിലും മക്കൾക്കൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. നമ്മളങ്ങനെ കേക്കൊന്നും വല്ലപ്പോഴൊക്കെ അല്ലേ വാങ്ങുള്ളൂ. എന്തായാലും വേണ്ടില്ല എന്ന് ഓർത്ത് തന്നെ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് എന്നും ഇല്ലായ്മ മാത്രം ഉണ്ടായേ പറ്റില്ലല്ലോ, നമ്മൾ കുറച്ച് സന്തോഷങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മക്കൾക്കും കേക്ക് മുറിച്ചു. പിന്നെ താഴത്തെ വീട്ടിൽ നിന്ന് മുറിക്കാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും പിള്ളേരും അവിടെയും, അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി മുറിക്കാമെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടായി താഴേക്ക് ഇറങ്ങി വരാൻ സാധ്യതയില്ല, നേരത്തെ കിടക്കും എന്തായാലും, കുടു ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. വർഷം തീരുവാണല്ലേ ഈ വർഷം. ന്യൂ ഇയർ ഞങ്ങളെല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയട്ടെ. അപ്പോൾ ഞങ്ങളെ ന്യൂ ഇയർ ആഘോഷം വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായി, വെടിക്കെട്ടൊക്കെ കണ്ടുല്ലേ മോറ്റ. ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കേക്ക് മുറിച്ചെന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ അങ്ങനെ വരാൻ മടിയായതുകൊണ്ട് മൂപ്പര് അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടി നിന്നങ്ങോട്ട് കേക്ക് മുറിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച് താഴത്ത് പോയിട്ട് എല്ലാവരും കൂടി കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ചേട്ടായി ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ മുറിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കൂടെ മുറിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള കേക്കും കൊണ്ട് കുറച്ച് കേക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ താഴെ പോയിട്ട് താഴെ അമ്മയും ചേച്ചി എല്ലാവരും കൂടി ആ കേക്കൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. എന്താ പറയുക,
ഒരുപാട് എല്ലാവർക്കും എന്താ പറയുക ഓർത്തെടുത്താൽ 2024 എന്ന് പറയുമ്പം ഒരുപാട് നഷ്ടങ്ങളുടെയും ഒരുപാട് വിഷമങ്ങളുടെയും ഒരുപാട് നല്ലതും എല്ലാം ഉള്ള എല്ലാം അടങ്ങിയ ഒരു വർഷം തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് കേട്ടോ. ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് വിഷമങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സുഖമുള്ളൂ. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ലല്ലേ മോറ്റ, ഒന്നുമില്ലെങ്കിലും വീടിനൊരു തുടക്കം വെച്ചല്ലോ അല്ലേ. എത്ര കാലമായിട്ടില്ലാത്തൊരു അങ്ങനെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അടുത്ത വർഷവും അതുപോലെ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെന്താണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ രാത്രി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ കഴിച്ചോട്ടോ. ഒന്നുമില്ല, പഞ്ചായത്തില് അതാ അവിടെ നിക്കണ്. ഞങ്ങള് ശരിക്കും ഇവിടുന്ന് എല്ലാവരും കൂടി കേക്ക് മുറിക്കണം ചെയ്തിട്ട് വിചാരിച്ചത്. പക്ഷെ ഞങ്ങളും ഒരു മടി. അതുകൊണ്ട് ഇന്ന് അമ്മേനൊക്കെ വെച്ച് അമ്മേനെ കൊണ്ടൊക്കെ മുറിപ്പിക്കണം എന്ന് വിചാരിച്ചില്ലേ. ഇനിയിപ്പോൾ തൽക്കാലം ഞങ്ങൾ മുറിച്ചതിൻ്റെ ബാക്കി അമ്മേനെ കൊണ്ട് മുറിപ്പിക്കും കേട്ടോ. അന്ന് മക്കൾ മുറിക്കാൻ കൂടെ വന്നില്ല. ഹാപ്പി ന്യൂ ഇയർ ഒന്നും പറയില്ല. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എന്താ പാട്ടൊക്കെ പാടണ്ടേ? ഒന്ന് പാട്ട് പാടാൻ എല്ലാത്തിനും ഇപ്പത്തെ ഒരു ജനറേഷനാണ് കുത്തിരിക്കുന്നത്. അതെ അതെ അവിടെ കുത്തിരിക്കുന്നുണ്ടോ? ഓളൊരു ഉഷാറായിട്ട് പറയാനുള്ളതിന്. അയ്യോ അതാരാ? ബക്കാരിയാ? ബക്കാരി ഇപ്പോഴേക്ക് ഇന്ന് തുറന്നു. ചെറിയ ബക്കാടി മാത്രം. ചെറുതാ. ഏതൊക്കെ ഉറങ്ങിയില്ല. അപ്പൊ എണീറ്റ് പോകുന്നു. അപ്പത്തേക്ക് അത് കണ്ട് അയ്യോ അത് ചേട്ടായിന്റെ കളിപ്പാട്ടാ. അത് വേണ്ട, അത് ചീത്തയാണ്. അപ്പോഴത്തേക്കും കുടു ഉറങ്ങിയെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്ന കേട്ടോ. കുടു എഴുന്നേറ്റ് വന്നിരുന്നു കേട്ടോ. പിന്നെ കുടു ആദിഷിൻ്റെ കളിപ്പാട്ടം കണ്ടപ്പോഴത്തേക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി. പിന്നെ എന്തായാലും വേണ്ടില്ല, എല്ലാവരും കൂടി ഉള്ള കേക്ക് വീണ്ടും എല്ലാവരും കൂടി മുറിച്ചു. അമ്മ എന്താ പറയാ പുതിയ വർഷത്തിൽ എല്ലാരോടും എന്താ പറയാനുള്ളത്? ഇളക്കല്ലേ, ഇളക്കാതെ പിടിക്കട്ടോ. അമ്മ ആലോചിച്ചു. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ അല്ലേ. നമുക്ക് അതിന് പ്രാർത്ഥിക്കാം. അത് തന്നെ. മതി ഇതാപ്പൊ കൊറേ തിന്നു. ഞാൻ ഏട്ടന് കൊടുക്കി. ഓര് ഉറങ്ങിയില്ലേ? അങ്ങനെ പിന്നെ എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. സന്തോഷത്തോടു കൂടി ഈശ്വര അനുഗ്രഹിച്ചിട്ട് ആ ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ബന്ധമായിട്ട് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും ഇതിപ്പോൾ ഇവിടുന്ന് പോയാലും അങ്ങനെ തന്നെ ആവട്ടെ. പോകുന്നോടം വരെ നല്ലൊരു രീതിയിൽ നിലനിൽക്കാൻ കഴിയട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ പിന്നെ ക്യാമ്പ്, അതായത് പിന്നെ തീയൊക്കെ കൂട്ടി കളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അച്ഛനും എഴുതാനുണ്ടായിരുന്നു, മക്കൾക്കൊക്കെ പിന്നെ ഒരുപാട് വൈകിയായിരുന്നു. എല്ലാവരും നേരം വെളുക്കുമ്പോൾ എനിക്കും ജോലിക്ക് പോരണം. അപ്പോൾ പിന്നെ കുടു ഉറങ്ങിയില്ലെങ്കിൽ എഴുന്നേൽക്കില്ല, അങ്ങനെയൊക്കെ പ്രശ്നം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അധിക നേരമൊന്നും പിന്നെ നിന്നില്ല കേട്ടോ. ഒരു 11 എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ വീട്ടിലല്ലേ പരിപാടി, നമ്മളിങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയല്ലേ, കഴുകാനും ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നെ മുഴുവനാക്കാതെയാണ് കേട്ടോ ഇന്നലെ രാത്രി കിടന്നത്.
അപ്പോൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമാണ്. എല്ലാ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ആരോഗ്യത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിഞ്ഞു പോകാനുള്ള ഭാഗ്യം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞങ്ങൾ കയറി വരുമ്പോഴേ എൻ്റെ കയ്യിലുള്ള കേക്കിൻ്റെ പെട്ടി ഞാൻ ആ നിലത്തിട്ടു കേട്ടോ. അപ്പോൾ കുടു എന്നെ വഴക്ക് പറഞ്ഞു, എടുക്കമ്മേ നിലത്തിടുകയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവൻ പറയണ കിട്ടാൻ വേണ്ടി ഞാനത് വീണ്ടും നിലത്തിട്ടു കേട്ടോ. ഇവിടെ ഇടാൻ പാടില്ല. എവിടെ ഇടുക പിന്നെ? വേസ്റ്റിലോ? അമ്പോ, ഞാൻ ഇവിടെ ഇട്ടേനോ എന്നെ ചീത്ത പറയാ. എടുക്കാനല്ലേ കൊടു. അപ്പം ന്യൂ ഇയർ ആഘോഷമൊക്കെ താഴത്ത കഴിഞ്ഞ് അങ്ങ് കയറി പോന്നിട്ടോ. ഒറ്റ കിടത്തുറങ്ങും. ഇനി എല്ലാവരും പോയി കിടക്കാനുള്ളവരൊക്കെ